അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതം എന്ന് പറയുന്നത് വളരെ നൈമിഷികമാണ്. എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ജീവിതത്തിൻ്റെ ആ ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപാകതകളും പോരായ്മകളും നമ്മൾക്ക് കടന്നു വരും. ഒരുപാട് തിന്മകൾ ചെയ്ത ആളുകൾക്ക് പോലും രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗമാണ് വിശുദ്ധമായ സ്വലാത്ത്. അപാകതകൾ ജീവിതത്തിൽ എപ്പോൾ കടന്നു വന്നാലും, എത്ര അപാകതകളിൽ കുമിഞ്ഞുകൂടിയ ജീവിതമാണെങ്കിൽ പോലും കരകയറാൻ കഴിയുന്ന നല്ല ഒരു പാലമാണ് വിശുദ്ധമായ സ്വലാത്ത്. 1500ാമത് നബിദിനമാണ് ഈ വർഷം നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. സത്യത്തിൽ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം എത്ര തലമുറകൾ ലോകത്ത് കടന്നുപോയിട്ടുണ്ട്, എത്ര ആളുകൾ ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു തീർന്നിട്ടുണ്ട്. കഴിഞ്ഞുപോയ ഓരോ സമുദായവും ഓരോ മനുഷ്യരും തലമുറകൾ മാറുന്നതിനനുസരിച്ച് അവരുടെ ഹൃദയത്തിൽ നറ്റുപോവാത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് പ്രണയം, ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹം. ഇത്ര കാലം കഴിഞ്ഞിട്ടും 1400-ലധികം 1500 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച, അതും മക്കയിൽ ആമിന ബീവിയുടെ ഉദരത്തിൽ പിറന്നു വീണ ആ ഒരു ഇതിഹാസ സമാനമായ ജീവിതത്തെ 1500 സംവത്സരക്കാലം കഴിഞ്ഞിട്ടും നമ്മൾ ഓർക്കുകയാണ്. ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള വലിയൊരു മാർഗം സ്വലാത്ത് തന്നെയാണ്. കരം ഗ്രഹിച്ചുകൊണ്ട് ഹബീബിന്റെ കൂടെ നാളെ സ്വർഗീയ ലോകത്ത് പോകാൻ കഴിയും. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറയുന്നത് ഇബ്രാഹിമിയ സ്വലാത്താണ്. അതുകൊണ്ട് തന്നെയാണ് 5 വഖത്ത് നിസ്കാരത്തിലും നമ്മൾ ഇടതടവില്ലാതെ ഓരോ ഈ രണ്ട് റക്അത്തുകളിൽ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ ആ സ്വലാത്ത് നമ്മൾ ചെല്ലുന്നത്. നമ്മളുടെ ജീവിതത്തിൽ അത്രമേൽ സ്വലാത്തിന് പ്രാധാന്യമുണ്ട്. നിസ്കാരങ്ങളിൽ അവസാനത്തെ അത്തഹിയ്യാത്തിൽ നമ്മൾ ഓതുന്ന ആ ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, അത് നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ള സമയങ്ങളിൽ കൂടി ചേർത്ത് പിടിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. കാരണം നമ്മളെ സ്നേഹിച്ച ഹബീബിനെ തിരിച്ച് സ്നേഹിക്കാൻ, നമ്മളെ ഇഷ്ടപ്പെട്ട റസൂലിനെ തിരിച്ചിഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങളൊന്നും നമ്മൾക്ക് വേണ്ട. ഒരൊറ്റ കാരണം മതി. നാളെ മറ്റൊരു ലോകത്ത് നമ്മളെ സംരക്ഷിക്കാൻ ഹബീബ് ഉണ്ടാവും. ഷഫാഅത്തുൽ ഉദമ എന്ന് പറയുന്ന വലിയ പദവി അള്ളാഹു കൊടുക്കുന്നത് ആ ഹബീബിന് മാത്രമാണ്. പിന്നെ ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ പേമാരിയായി മാത്രം അവതരിച്ചവരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.